അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. ഇന്ന് നമ്മൾ ഒരു തോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമ്മളെ ചാനലിലൊന്നും ഇടണം നമുക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പോണ വഴിക്കുള്ളതാണ് ഇതൊക്കെ, വാഴക്കൂട്ടങ്ങളും ഇതൊക്കെ പോണ വഴിക്കുള്ളതാണ്, പോണ വഴിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിയാണ് ഈ കാണുന്നത്. വാഴകളൊക്കെ കൊലച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, കുലകളൊക്കെ ആയിട്ട്. ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ കുറച്ച് കന്നുകാലികളെ കാണാം. ചെറിയൊരു കുളമുണ്ട്, അത് നമുക്ക് കാണാം. ഒത്തിരി കന്നുകാലികളുണ്ട്, ഇതിൽ കുറേ ഉണ്ട് കന്നുകാലികൾ. കുളത്തിൽ വെള്ളം കുറച്ചുള്ളൂ, അങ്ങനെ ആരും കുളിക്കണ കുളമൊന്നുമല്ല. പാടത്തൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ അധികം ഉപയോഗിക്കുന്ന ഒരു കുളമാണ് അപ്പോൾ ഇത്. അപ്പം നമുക്ക് കന്നുകാലികളെ കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് കന്നുകാലി. ഇതാണ് കന്നുകാലികൾ ഉള്ള സ്ഥലം. ചെറിയൊരു തോടുണ്ട്, ആ തോടിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ തോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇരിക്കാനുള്ള ഇത്, ഇരിപ്പിടം. അല്ലാണ്ട് പോകണ്ട കേട്ടോ. ഇതാണ് ഇവിടുത്തെ തോട്, കരിയണ്ണൂർ എന്നൊരു തോടാണിത്. കരിയണ്ണൂർ നാടറമ്പ് വഴിയാണ് ഇതിൽ കൂടെ, പാലത്തിൽ കൂടെ ഇങ്ങനെ പോയ നാടറമ്പിക്കെത്തും. അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പള്ളിപ്പുറം. അതിൻ്റെയൊക്കെ കാഴ്ച നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഈ തോടിൻ്റെ കാഴ്ചകളാണ്. കുറച്ച് പ്രകൃതിയായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. മഴയുള്ള സമയത്താണ് ഈ തോട്ടിൽ വെള്ളം കയറൽ. മഴ പെയ്തിട്ട് വെള്ളം കയറൽ. വെള്ളമില്ലാത്ത സമയത്താണ് ഇതിൽ കൂടെ നാടറമ്പിക്കൊക്കെ പോകാറുള്ളത്. ഇവിടെയാണ് പള്ളിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഇതാണ് ഇപ്പം കാണുന്നത്. നമ്മളിപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ കറുത്ത് ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാണ്ടോയെന്ന് അറിയില്ല ഈ വീഡിയോസിൽ. നല്ല മഴക്കാറ് നല്ല ഉണ്ട്, വെയിലുണ്ട്, മഴയുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ, പ്രകൃതിപരമായ സ്ഥലമാണ്. ഇപ്പം ഇതിൽ കൂടെ പോയാലാണ് നാടറമ്പിക്കെത്തും. എളുപ്പ വഴിയാണ് ഇത്, പാടത്ത് കൂടെ ഇപ്പോൾ പോയ നാടറമ്പിക്കെത്തുന്ന ഒരു വഴിയാണ്. ആ കാണുന്ന പള്ളിപ്പുറം. അപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടല്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. കള്ളച്ചൂണ്ടലാട്ടോ.
പേരെന്താന്ന് പറഞ്ഞോളി. എൻ്റെ പേര് മുഹമ്മദ് റിൻഷാദ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ മദ്രസയിൽ 10ൽ, സ്കൂളിൽ 8ലാണ്. ഏത് സ്കൂൾ? സ്കൂള് VHSS നാടപറമ്പ്. എൻ്റെ പേര് മുഹമ്മദ് ജാഫർ PT. ഞാൻ മഞ്ചേരിയാണ്. എവിടെ പഠിക്കണേ? ഞാൻ വലിയ ഇരുമ്പിലം VHSS ഇരുമ്പിലമാണ്. എത്ര ക്ലാസ്സിൽ? ഞാൻ 9ാം ക്ലാസ്സിലാണ് മദ്രസയിൽ. അപ്പോൾ ഇത് ആരൊക്കെയാണ് ചോദിച്ചിരുന്നു. ഇതെൻ്റെ പെങ്ങളെ കുട്ടിയാണ്, ഇതെൻ്റെ കാക്കയുടെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ തോടിൻ്റെ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. തോടിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പം ഞാൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. മുത്തു, നമുക്കൊക്കെ പോയിക്കാണ് ഗൈസ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സുജാത് മീഡിയ 2 സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.